KS ശബരിനാഥ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് പ്രതികരണം? കേസുകളിലും തിരുവനന്തപുരത്ത് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ 9 ദിവസമായി കള്ളക്കേസുകളിൽ കുരുക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടാണ് കേരള പോലീസും സർക്കാരും രാഹുലിനെ ജയിലിനകത്തടച്ചത്. അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധവും വലിയ ശക്തമായിട്ടുള്ള സമരവും നമ്മൾ നടത്തി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 5 ദിവസമായി എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ നരനായിട്ടാണ് സർക്കാർ നടത്തിയത്. ആലപ്പുഴ ജില്ലാധ്യക്ഷൻ പ്രവീൺ അടക്കമുള്ള ആളുകൾ വളരെ ഗുരുതരമായിട്ടുള്ള ക്ഷതങ്ങൾ കാരണം അവരിന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ ഇത്രയധികം യുവാക്കൾ, പെൺകുട്ടികൾ അടക്കമുള്ളവരെ തെരുവിലിട്ട് നരനായിട്ട് നടത്തിയ പോലീസിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ പുറത്തു വരുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു കാര്യം എന്തായാലും കഴിഞ്ഞ ഈ ഒരു 9 ദിവസമായി നിയമപോരാട്ടം നടത്തുമ്പോൾ സാധാരണക്കാർ ജനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും രാഹുലിന്റെയും പാർട്ടിയുടെയും ഒക്കെ ഈ ആവശ്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. കാരണം നമ്മൾ എന്തിനാണോ സമരം ചെയ്തത് അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം വളരെ കൃത്യമായി തന്നെ ഈ രാഷ്ട്രീയം നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അധ്യക്ഷൻ മോചിതനാകുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള സമരമുറകളുമായി കേരള സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. എന്തായാലും ഇന്ന് ഇവിടെ ഈ ഒരു ഹൈക്കോടതിയിലൊന്നും പോവാതെ തന്നെ 9 ദിവസത്തെ നിയമ പോരാട്ടം, ശക്തമായിട്ടുള്ള നിയമ പോരാട്ടം നമ്മുടെ അഭിഭാഷകൻ ശ്രീ മൃദുൽ ജോൺ മാത്യു അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ സന്തോഷമുണ്ട്. കൂടുതൽ ഇന്നിപ്പോൾ നൈറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ജയിൽ മോചിതനാകുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും രാഹുലിനൊരു സ്വീകരണം എന്ന മട്ടിലായിരിക്കും? യൂത്ത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതിന്റെ ഇപ്പോൾ തന്നെ സമയം ഏകദേശം 3:40 ബാക്കി കോടതി കാര്യങ്ങളും പേപ്പറും ഒക്കെ ജയിലിൽ എത്തേണ്ട ഒരു സമയം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ പ്ലാൻ ചെയ്ത പ്രോഗ്രാമുമായി തന്നെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഹുലിന്റെ മാത്രം ഒരു വിഷയമല്ല. എത്രയോ യുവാക്കളെ, ഞാൻ പറഞ്ഞ പ്രവീൺ, മേഘ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ബിലീവേഴ്സ് ആശുപത്രിയിൽ ICUവിൽ കിടക്കുകയാണ്. അപ്പോൾ ആ അനീതിക്കെതിരേക്കുള്ള ശക്തമായിട്ടുള്ള നമ്മുടെ സമരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാഹുലിന്റെ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം കൂടി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് തീരുമാനം താമസിയാതെ എടുക്കുക തന്നെ ചെയ്യും. ശബരിനാഥൻ, ഒരു കാര്യം കൂടി, ഇതിൽ രാഹുലിന്റെ അറസ്റ്റ് അത് വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീടിനകത്ത് കയറി ആ രീതിയിലൊരു നാടകീയമായ അറസ്റ്റായിരുന്നു. തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചൊക്കെ നടത്തിയ പ്രസ്താവന അതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന രീതിയിൽ തന്നെയല്ലേ ഇതിനെ നിങ്ങൾ കാണുന്നത്? CPM വളരെ അപക്വമായിട്ടാണ് എത്രയോ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇരുപക്ഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണത്തിരിക്കുമ്പോഴും. പക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ആരോഗ്യ പ്രശ്നത്തെ സംബന്ധിച്ച് അധിക്ഷേപിക്കുക, അതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള വാർത്തകൾ പറയുകയൊക്കെ ഒരിക്കലും നമ്മുടെ കേരള പൊളിറ്റിക്സിന് ചേർന്ന ഒരു കാര്യമല്ല. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും എന്തൊക്കെ നിങ്ങൾ അധിക്ഷേപിച്ചാലും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കൂടുതൽ ശക്തമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസും എല്ലാവരും കഴിഞ്ഞ് പുറത്തേക്ക് വരും. വളരെ ശക്തമായി രാഹുലിന്റെ ലീഡർഷിപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകും. അതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ, സാധാരണ ആളുകളുടെ സഹായവും സപ്പോർട്ടും യൂത്ത് കോൺഗ്രസിനും പാർട്ടിക്കും വരും ദിവസങ്ങളിൽ ഇത് കാരണം ഉണ്ടാകും. കാരണം കൺമുന്നിൽ കഴിഞ്ഞ 9 ദിവസമായി നിങ്ങളടക്കമുള്ള ചാനലുകൾ കാണിക്കുമ്പോൾ എന്ത് അനീതിയാണിത്.